നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. നെയ്മർ ജൂനിയറുടെ ടീമായ സാൻഡോസ് വിജയിച്ച് കയറിയതിൻ്റെ സന്തോഷത്തിലാണ് ആരാധകർ. അതും ക്രുസൈറോയെ പോലെ ബ്രസീലിയറോ സീരിയയിൽ ഇപ്പോൾ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ടീമിനെയാണ് അവർ തോൽപ്പിച്ചിരിക്കുന്നത്. പക്ഷേ നെയ്മറുടെ വക ഗോളോ അസിസ്റ്റോ ഒന്നും ഉണ്ടായിരുന്നില്ല. നെയ്മർ മങ്ങിപ്പോയോ? നെയ്മറുടെ പ്രകടനം എങ്ങനെയായിരുന്നു? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. ബ്രസീലിയൻ മാധ്യമങ്ങൾ ഈ കളിയിൽ നെയ്മർ വേണ്ടത്ര ശോഭിച്ചില്ല എന്ന് തന്നെയാണ് വിലയിരുത്തുന്നത്. അത് ഒരർത്ഥത്തിൽ യാഥാർത്ഥ്യവുമാണ്. ഇപ്പോൾ കഴിഞ്ഞ കളിയിലൊക്കെ നെയ്മർ മാജിക് നമ്മൾ കണ്ടതാണ്. ഫ്ലെമിംഗോയെ ക്രുസൈറോ വീഴ്ത്തിയപ്പോഴും നെയ്മറുടെ മികവിൽ വീഴ്ത്തിയതാണ്. പക്ഷേ ക്രുസൈറോക്കെതിരെ അതേ മികവ് അദ്ദേഹത്തിന് തുടരാൻ പറ്റിയോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതൊക്കെ എന്താണെങ്കിലും 89 മിനിറ്റ് അദ്ദേഹം കളിക്കളത്തിൽ നിന്നു. തുടരെ നെയ്മർ ജൂനിയർ കളിച്ചുകൊണ്ടിരിക്കുന്നു. പരിക്കിൻ്റെ പ്രശ്നങ്ങളിൽ നിന്ന് അദ്ദേഹം പൂർണ്ണമായിട്ടും മുക്തമായിട്ടുണ്ട് എന്നുള്ളതിൽ ആരാധകർ ഹാപ്പിയാണ്. ഇനി പ്രകടനം എന്ന് പറയുമ്പോൾ ചില അവസരങ്ങളൊക്കെ നെയ്മർ നഷ്ടപ്പെടുത്തി, ഇങ്ങനെയൊക്കെയുള്ള ആരോപണങ്ങളൊക്കെ വരുന്ന സംഗതിയൊക്കെ ശരിയാണ്. പ്രകടനത്തിൻ്റെ കണക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണെങ്കിൽ 89 മിനിറ്റ് കളിച്ച നെയ്മർക്ക് ഗോളില്ല, അസിസ്റ്റ് ഇല്ല. അദ്ദേഹത്തിൻ്റെ എക്സ്പെക്റ്റഡ് ഗോൾ എന്ന് പറയുന്നത് 0.56 ആണെങ്കിൽ എക്സ്പെക്റ്റഡ് അസിസ്റ്റ് റേഷ്യോ വന്നത് 0.17 ആയിരുന്നു. അത് അത്ര പ്രോളിഫിക് ആയിട്ടുള്ളൊരു പെർഫോമൻസ് അല്ല ആ കാര്യത്തിൽ വന്നത് എന്നത് വ്യക്തമാണ്. പിന്നെ ഓൺ ടാർഗറ്റ് ഷോട്ട് 0, ഓഫ് ടാർഗറ്റ് ഷോട്ട് 2 വന്നത്, ബ്ലോക്ക്ഡ് ഷോട്ടുകൾ. അപ്പോൾ ആകെ 2 ഷോട്ടുകളാണ് അദ്ദേഹത്തിൻ്റെ വക വന്നത്, 2 ഓഫ് ടാർഗറ്റ് ആയിരുന്നു. ഡ്രിബ്ലിംഗ് അറ്റംപ്റ്റ്സ് അദ്ദേഹം 2 നടത്തി, അത് 1 സക്സസ്ഫുൾ ആയത്. ബിഗ് ചാൻസ് അദ്ദേഹം 1 മിസ് ചെയ്യുകയും ചെയ്തു. 47 ടച്ചുകൾ നടത്തി, 27 പാസുകളിൽ 22 ലക്ഷ്യത്തിലെത്തിയത്. 81% പാസിംഗ് ആക്യുറസി. കീ പാസുകൾ 0. ക്രോസുകൾ 3 കൊടുത്തതിൽ 1 കൃത്യമായിട്ട് ലക്ഷ്യത്തിലെത്തിയുള്ളൂ. ലോങ് ബോളുകൾ 2 കൊടുത്തതിൽ 1 ലക്ഷ്യത്തിലെത്തിയത്. ഗ്രൗണ്ട് ഡ്യൂവൽസ് 8 നടത്തിയത് 5 വിൻ ചെയ്തിട്ടുണ്ട്. എയറൽ ഡ്യൂവൽസ് 1 നടത്തി, അത് വിജയിച്ചിട്ടുണ്ട്. പൊസഷൻ 15 തവണ നഷ്ടമായി. അദ്ദേഹത്തിൽ നിന്ന് 15 തവണ എതിരാളികൾ പന്ത് തട്ടിയെടുത്തു. 4 തവണ അദ്ദേഹം ഫൗൾ ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഇതിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ പ്രകടനം നോക്കുമ്പോൾ ഒരു ആവറേജാണ്, ഒരു 6.5 അദ്ദേഹത്തിൻ്റെ പ്രകടനം. ഒരൊറ്റ കീ പാസും നെയ്മർ കൊടുത്തില്ല, ഒറ്റ ഓൺ ടാർഗറ്റ് ഷോട്ടും നെയ്മറുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ആകെ ഒരു ഡ്രിബിളിംഗ് അറ്റംപ്റ്റാണ് നെയ്മറുടെ ഭാഗത്ത് നിന്ന് സക്സസ്ഫുൾ ആയത്. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നെയ്മറുടെ നിലവാരത്തിൽ കളിക്കുമ്പോൾ നെയ്മറുടെ നിലവാരത്തിലുള്ള ഒരു കളിക്കാരന് അത് നിറം മങ്ങിയ പ്രകടനമാണ്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.